ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു സ്പെഷ്യൽ ടേസ്റ്റിൽ ഒട്ടും എണ്ണയൊന്നും ചേർക്കാതെ വളരെ ഹെൽത്തി ആയിട്ടും വളരെ രുചികരമായിട്ടും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. എന്നാൽ ശരി, നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം. നമ്മുടെ ഈ ചിക്കൻ കറി തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ 1 കിലോ അളവിൽ ചിക്കൻ എടുത്തിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. എല്ലുള്ള പീസോ എല്ലില്ലാത്ത കഷ്ണങ്ങളോ എങ്ങനെ വേണമെങ്കിലും ചേർക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. എന്ന് വെച്ചിട്ട് ഒരുപാട് വലിയ സൈസാക്കി ഇടണ്ട, ഒരു മീഡിയം സൈസിൽ മാത്രം കട്ട് ചെയ്ത് ചേർത്താൽ മതിയാവും. അപ്പോൾ ഇതുപോലെ ചിക്കൻ എന്നൊക്കെ ഒന്ന് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ബാക്കി ചേരുവകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 ടീസ്പൂൺ അളവിൽ മാത്രം മുളക് പൊടിയും കൂടി. മുളക് പൊടി നമുക്ക് കൂടുതലായിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടില്ല, കാരണം നമ്മൾ എരിവിന് വേണ്ടിയിട്ട് വേറെ മുളകെല്ലാം ചേർക്കുന്നുണ്ട്. മുളക് പൊടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മല്ലിപ്പൊടിയാണ്. ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടിയാണ്. അപ്പോൾ 1 സ്പൂൺ നിറയെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർക്കാം. ഇത് ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് വേണ്ടത് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത സവാളയും കൂടിയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു അത്യാവശ്യം മീഡിയം സൈസിലുള്ള സവാളയിൽ ഒരു 2 സവാള ഒന്ന് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കാം. ഒരുപാട് കനത്തിലരിയാൻ വേണ്ടി നിൽക്കരുത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് തൈരാണ്. ഒരു 1/4 കപ്പ് അളവിൽ തൈരും കൂടി. കൂടെ തന്നെ ഇതിന് ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർക്കാം. ഉപ്പ് ഈ ഒരു സമയം ഒരുപാട് ചേർക്കാൻ വേണ്ടി നിൽക്കണ്ട, പിന്നീട് കുറവാണെന്നുണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരല്പം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈ വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ നന്നായിട്ട് ഈ മസാലകളെല്ലാം നമ്മുടെ ചിക്കനിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവണം. അതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ നന്നായിട്ട് ഞാനിതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. അത്രയും സമയം കൊണ്ട് ഈ മസാലയും ഉപ്പും അതെല്ലാം നമ്മുടെ ചിക്കനിൽ നന്നായിട്ടൊന്ന് പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതൊന്ന് 15 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കുകയാണ്. ഈ ഒരു സമയം കൊണ്ട് ചെറിയൊരു മസാല കൂട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ മസാല കൂട്ടൊന്ന് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കടായി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് ഒരു 4 ഏലയ്ക്ക, 4 ഗ്രാമ്പു, ചെറിയ പീസ് അളവിൽ കുറച്ച് കറുവാപ്പട്ടയും കൂടി അതിലേക്കൊന്ന് ചേർക്കാം. കൂടെ പിന്നെ വേണ്ടത് ഇതുപോലെ ഒരു 1.5 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകമാണ്. മുഴുവൻ പെരിഞ്ജീരകം കൂടി. അതുപോലെ തന്നെ പിന്നെ വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം കൂടിയാണ്, അതും ചേർക്കാം. ഇത് രണ്ടും ആയിക്കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളകാണ്, മുഴുവൻ കുരുമുളക് തന്നെ. അപ്പോൾ നമ്മളിതിലേക്ക് കുരുമുളക് പൊടികളൊക്കെയാണ് ചേർക്കുന്നതെങ്കിൽ ഇതുപോലെ തന്നെ വറുത്തിട്ട് നമ്മളിതൊന്ന് ചേർത്തേക്കണം. എങ്കിൽ മാത്രമേ ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. ഒരു 3 വറ്റൽമുളകും കൂടി. വറ്റൽമുളകിൻ്റെ അളവ് ഒരുപാട് കൂട്ടേണ്ട ആവശ്യമില്ല. പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ട അടുത്ത കാര്യമാണ് കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി. ഒരു 5 or 6 അണ്ടിപ്പരിപ്പ് കൂടി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുണ്ട്. സ്കിപ്പ് ചെയ്യാതെ ഒന്ന് അണ്ടിപ്പരിപ്പ് ചേർത്തേക്കണം കേട്ടോ. അപ്പോൾ അണ്ടിപ്പരിപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഇനി നമുക്കിത് നല്ലതുപോലെ എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഈ സ്പൈസസ് എല്ലാം നല്ലതുപോലെ തന്നെ ഒന്ന് ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടുന്ന ആ ഒരു സൗണ്ടൊക്കെ ഒന്ന് കേട്ടു തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയം ആകുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. കൂടുതൽ സമയത്ത് നമ്മൾ വറക്കേണ്ട ആവശ്യമില്ല. ഇനി ചെറുതായിട്ട് ഇതൊന്ന് തണുത്തതിന് ശേഷം ഇപ്പോൾ നല്ലൊരു മണമൊക്കെ കേട്ടോ വരുന്നത്. നമ്മുടെ ഈ അണ്ടിപ്പരിപ്പിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ പെരിഞ്ജീരകത്തിൻ്റെയൊക്കെ നല്ലൊരു ഫ്ലേവറൊക്കെ വരുന്നുണ്ട്. ഇനി ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നല്ലതുപോലെ ഇതൊന്ന് പൊടിച്ചെടുക്കാം. നമുക്ക് ചെറുതായിട്ട് ഇതൊന്ന് തണുത്തതിന് ശേഷം ഞാനിപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഇതുപോലെ നമ്മുടെ ഈ മസാല കൂട്ടെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ചിക്കനെല്ലാം ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ട് ഏകദേശം ഒരു 15 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇത് ഇത്രയും തന്നെ മതിയാവും. അപ്പോൾ ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ കറി തയ്യാറാക്കി തുടങ്ങാം. അപ്പോൾ ഇനി നമുക്ക് കടായി ഒന്ന് ചൂടായതിന് ശേഷം മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനെല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കാം. ചിക്കൻ കഷ്ണങ്ങളെല്ലാം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് ഒരു 1/2 കപ്പ് അളവിൽ മാത്രം വെള്ളം കൂടി ചേർക്കുകയാണ്. അപ്പോൾ നമ്മളിതിലേക്ക് ഒട്ടും തന്നെ എണ്ണ ചേർക്കാതെ തയ്യാറാക്കി എടുക്കുന്ന ഒരു ചിക്കൻ കറിയാണ് കേട്ടോ.
ചിക്കൻ കഷ്ണങ്ങളെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ചെറിയ രീതിയിൽ മാത്രം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് തിളക്കാൻ വേണ്ടിയിട്ട് വെക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിരുന്നാൽ മതിയാവും, ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട ആവശ്യമില്ല. ഹൈ ഫ്ലെയിമിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളമൊക്കെ പെട്ടെന്ന് വറ്റിപ്പോവും. മീഡിയം ഫ്ലെയിമിൽ വെക്കുമ്പോഴത്തേക്കും ഈ ചിക്കനിലുള്ള വെള്ളമെല്ലാം വീണ്ടും ഇത് ഇറങ്ങി തുടങ്ങും. ഇപ്പോൾ ഇത് കാണുമ്പോൾ കുറച്ച് വെള്ളമായിട്ടില്ലേ തോന്നുന്നത്, 5 മിനിറ്റിന് ശേഷം കുറച്ചും കൂടി കൂടുതൽ വെള്ളം ഇതിലുണ്ടാവും. അപ്പോൾ 5 മിനിറ്റ് വരെ ഇതൊന്ന് നന്നായിട്ട് തിളക്കട്ടെ. ഇതൊന്ന് അടച്ചു വെക്കാനായിട്ട് ആരും മറന്നു പോകരുത്. ഞാൻ ഇതിപ്പോൾ തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 5 മിനിറ്റോളമായിട്ടുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ ആ ചിക്കനിലുള്ള വെള്ളം കംപ്ലീറ്റ് ആയിട്ട് ഇതിലിപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ തന്നെ നമ്മുടെ ചിക്കനെല്ലാം പകുതിയോളം വെന്തിട്ടുണ്ടാവും. അതിൻ്റെ പേരിൽ ഒരുപാട് ഇളക്കാൻ വേണ്ടി നിൽക്കരുത്, അത് ചിലപ്പോൾ പൊടിഞ്ഞു പോകും. അതിൻ്റെ പേരിലാണ്. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ബാക്കി ചേരുവകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒരു തക്കാളി ഞാനിപ്പോൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതായത് ഒരുപാട് വലിയ പീസാക്കിയിട്ട് അരിയാൻ വേണ്ടി നിൽക്കരുത്, ചെറിയ ചെറിയ പീസാക്കിയിട്ട് നൈസായിട്ടൊന്ന് തിന്നായിട്ട് വേണം ഒന്ന് അരിഞ്ഞെടുക്കാനായിട്ട്. ആ തക്കാളി നമുക്കിതിലേക്ക് ചേർക്കാം ഈ ഒരു സമയം. കൂടെ തന്നെ പിന്നെ വേണ്ടത് പച്ചമുളകാണ്. 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളക് ചേർക്കുന്നത് നമ്മുടെ എരിവിനനുസരിച്ചിട്ടാണ്. കൂടെ തന്നെ നമ്മളിതാ പൊടിച്ച് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ഈ മസാലക്കൂട്ടും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് മസാലക്കൂട്ടെല്ലാം ചിക്കനിലേക്ക് ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതൊന്ന് നമ്മൾ നേരത്തെ ഫ്ലെയിം മീഡിയത്തിലല്ലേ വെച്ചിരുന്നത്, മീഡിയത്തിൽ നിന്ന് ഒരല്പം കൂടി ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം. അതായത് ഒരുപാട് ലോ ഫ്ലെയിമിൽ വെക്കണ്ട, മീഡിയം ഫ്ലെയിമിൽ വെക്കണ്ട, ഇടയ്ക്കൊരു ഫ്ലെയിമിൽ ഇത് വെച്ച് കൊടുത്തിട്ട് ഏകദേശം ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ നമുക്ക് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ 5 മിനിറ്റ് വേവിച്ചിട്ടുണ്ടായിരുന്നു, ഇനി ഒരു 15 മിനിറ്റും കൂടി നമ്മുടെ ഈ ചിക്കൻ ഒന്ന് വെന്ത് കിട്ടാനുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് അടച്ച് വെക്കുകയാണ്. അടച്ച് വെക്കാനായിട്ട് ആരും മറക്കരുത്, അടച്ച് വെച്ച് തന്നെ നമ്മളൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മളിപ്പോൾ ഇത് കടായിലല്ലേ തയ്യാറാക്കി എടുത്തത്, ഇനി നമുക്ക് ഇതേപോലെ തന്നെ കുക്കറിലും ചെയ്തെടുക്കാവുന്നതാണ്. നമ്മളിങ്ങനെ ഈ കടായിൽ ചെയ്യുന്നതിന് പകരം നമ്മുടെ ചിക്കനെല്ലാം കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മസാല കൂട്ടും അതുപോലെ തന്നെ തക്കാളിയും പച്ചമുളകും എല്ലാം ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് ഒരു 2 വിസിൽ വരണം കേട്ടോ. അതായത് മീഡിയം ഫ്ലെയിമിൽ നിന്ന് ഒരല്പം കൂടി ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് 2 വിസിൽ വരുന്നത് വരെയും ഒന്ന് വേവിച്ചെടുക്കണം. ഞാൻ ഇതിപ്പോൾ ഇങ്ങനെയൊന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഒരു 15 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ ചിക്കനെല്ലാം നല്ല സൂപ്പറായിട്ട് തന്നെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് തന്നെ നമ്മുടെ ചിക്കനെല്ലാം വെന്തിട്ടുണ്ട്. ഒരുപാട് ഇളക്കി കൊടുക്കരുത്, ചിക്കൻ പൊടിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ അതാ ഈ ഒരു ഗ്രേവിക്കാണ് ഞാനിതിപ്പോൾ എടുക്കുന്നത്. ഇതിന് കുറച്ചും കൂടി ഗ്രേവി വറ്റിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. നമ്മുടെ ഗ്രേവി എല്ലാം നല്ല കട്ടിക്ക് തന്നെ നല്ലതുപോലെ കുറുകി കിട്ടിയിട്ടുണ്ട് കേട്ടോ. എണ്ണയിലിട്ട് നമ്മുടെ ഉള്ളിയൊന്നും വഴറ്റാതെ തന്നെ വളരെ കുറുകിയ ചാറോട് കൂടിയുള്ള ചിക്കൻ കറി നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. സാധാരണ നമ്മൾ ചിക്കൻ കറി തയ്യാറാക്കുന്നതിൽ നിന്നും ഒരു സ്പെഷ്യൽ ടേസ്റ്റിൽ തന്നെയാണ് കേട്ടോ ഇത് കിട്ടുന്നത്. ഫൈനലി ഇതിലേക്ക് ഒരല്പം മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്ത ഉപ്പെല്ലാം തന്നെ കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പേരിലാണ് ഞാൻ പിന്നീട് ഉപ്പൊന്നും ചേർക്കാതിരുന്നത്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഇതുപോലൊരു ചിക്കൻ കറി തയ്യാറാക്കി നോക്കുമല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടുന്നതായിരിക്കും. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം മറക്കാതെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടി എനിക്കൊന്ന് അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് നാളെ 2 മണിക്ക് കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.